Good morning, sir. Good morning, sir. Yes, good morning. Good morning, Sir. Yes, Good morning, sir. yes, Divya, good morning. How are you? Good morning, sir. Yes, good morning. Good morning, sir. Yes, Shagana, good morning. Morning, sir. Okay, good morning. ആരംഭിച്ചാലോ നമുക്ക്? Yes, sir. തുടങ്ങാല്ലേ? പയ്യെ നമുക്ക് തുടങ്ങിയൊക്കെ വരാം. അപ്പോഴൊക്കെ ബാക്കിയുള്ളവരൊക്കെ വന്ന് കയറിക്കോളും. Yes. So, the last class we discussed conditional sentences. അതല്ലേ നമ്മൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് conditional sentence. Yes. Yes, sir. Okay. Conditional sentences. Today we are going to discuss question tag. ഇന്ന് നമ്മൾ യൂണിറ്റ് 14-ലെ question tag എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ നോക്കണം. യൂണിറ്റ് 14 question tag. ഓക്കെ, question tag വളരെ സിമ്പിൾ ആണ്. ഒരുപക്ഷെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു കാണും. അപ്പൊ അതൊക്കെ തന്നെ സംഭവം, വ്യത്യാസമൊന്നുമില്ല. എങ്കിലും ജസ്റ്റ് ടു റിവൈസ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ question tag ഇപ്പൊ ഇവിടെ പറയുന്നത്. ജസ്റ്റ് ടു റിവൈസ്. കേൾക്കുമ്പോൾ തന്നെ പറയും ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞതല്ലേ സാറേ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് question tagലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു വിഷയം ഞാൻ എടുത്തിടാം. വേറൊരു വിഷയം ഞാൻ നിങ്ങളോട് പറയാം. ഈ നമുക്കൊരാള് വേണം, ധൈര്യമുള്ള ഒരാളില്ലാത്ത ആരാണ്? നല്ല കറേജിയസ് ആയിട്ടുള്ള ഒരാള്. ചാടി വീണ്ട ഐ ആം കറേജിയസ്. ഞാൻ വരാം സാർ. ഓക്കെ, ഷഫ്രീൻ എന്താണ് വിഷയം എന്ന് പോലും അറിയാതെ തന്നെ ഷഫ്രീൻ വന്നു. അതാണ് ഷഫ്രീന്റെ ആ കോൺഫിഡൻസ്. വേറെ ഒന്നുമില്ല ഷഫ്രീൻ. ഞാൻ ഷഫ്രീനോട് ചോദ്യം ചോദിക്കുന്നു, ഒരു നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ ഷഫ്രീന്റെ ഓക്കെ അഭിപ്രായം പറയുന്നു. ചോദ്യം ചോദിക്കുന്നത് ഷഫ്രീനോട് മാത്രമല്ല എല്ലാവരോടും കൂടിയാണ്. ഉത്തരം വേണ്ടത് ഇംഗ്ലീഷിലാണ്. നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം, അല്ലെങ്കിൽ എങ്ങും തൊടാതിരിക്കാം. അത് നിങ്ങളുടെ പുറത്തൊരു വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന് ഞാൻ വിട്ടുതരുന്നു. ഓക്കെ, ചോദ്യം ഇതാണ്. ഈ അടുത്ത ദിവസം ഇവിടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന ഇതായിരുന്നു: സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്ന് പുള്ളി ഒരു വാചകം പറഞ്ഞു. ഏതോ ഒരു പത്രസമ്മേളനം പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് പുള്ളി പറഞ്ഞത് സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ, വാക്കാണ് കുഴപ്പമായത്, വിവാദമാവുന്ന എൻഡോസൾഫാൻ പോലെ മാരകമാണ് എന്നൊരു വാചകം പുള്ളി പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം പ്രേംകുമാറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പല ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ അനുകൂലിച്ച് പറയുന്നത് കറക്റ്റ് ആണ്. പ്രേംകുമാർ പറഞ്ഞ കാരണം സീരിയലുകള് സ്റ്റാൻഡേർഡ് വളരെ കുറവാണ്. അമ്മായിയമ്മയും നാത്തൂനും മരുമകളും അവിഹിത ഗർഭവും ഇങ്ങനെയൊക്കെയുള്ള ഒരേ പാറ്റേൺ ആണ്. അപ്പൊ അത് സെൻസർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള രീതിയിൽ കുറച്ചു പേര് പറയുന്നു. അതുപോലെ ഒരുപാട് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാനും സമയം ഒരുപാട് ആളുകളുടെ വെറുതെ നഷ്ടപ്പെടാൻ കാരണമാകുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു സെൻസറിങ് ആവശ്യമാണ്. അല്ലെങ്കിൽ അത് പ്രേംകുമാർ പറഞ്ഞ അഭിപ്രായം ശരിയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. രണ്ടാമത്തെ വിഭാഗം പറയുന്നത് ഞങ്ങൾ വീട്ടമ്മമാർക്ക് വൈകുന്നേരമായി കഴിഞ്ഞാൽ ആകെയുള്ളൊരു ആസ്വാദനമാണ് ഈ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ആണുങ്ങൾക്ക് ആകുമ്പോൾ പുറത്തേക്കൊക്കെ പോകാം, മറ്റു പല എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിൽ അവർക്ക് ഉൾപ്പെടാം. പക്ഷെ ഞങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല സീരിയലായിട്ട് മാത്രമേ കാണുന്നത്, അത് ജീവിതത്തിലോട്ട് ഞങ്ങൾ പകർത്തുന്നൊന്നുമില്ല. മാത്രമല്ല സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അഭിനയിക്കുന്നവർ മാത്രമല്ല അതിന്റെ കലാപരമായിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങൾ നടക്കുന്ന സൗണ്ട്, സീരിയലിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കുന്നവര്, അങ്ങനെ ഒരുപാട് ഡയറക്റ്റും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒരുപാട് തലങ്ങളിലേക്ക് ധാരാളം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു മേഖല കൂടിയാണ് സീരിയല്. അതുകൊണ്ട് അത്
നിർത്തുക എന്ന് പറയുന്നതിനെ കുറിച്ച് നിർത്താൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ അഭിപ്രായം കൂടി വന്നു. ഇത് ഞാൻ രണ്ട് അഭിപ്രായങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. ഇനി വേണ്ടത് ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ ഇംഗ്ലീഷിൽ കൂടെ പറയാം. നിങ്ങൾക്ക് പ്രേംകുമാറിനെ അനുകൂലിക്കാം, പ്രതികൂലിക്കാം, അത് നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. ഞാൻ സീരിയലിനെ അനുകൂലിച്ച് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എന്റെ ഒരു ഗ്രേഡ് കുറയോ എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. വാട്ട് ഈസ് റൈറ്റ് അക്കോർഡിംഗ് ടു യു? നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത്? ഞാനിങ്ങനെ നീട്ടി പിടിക്കുന്ന ഷഫ്രിനെ ആലോചിക്കാൻ സമയം തരുന്നുണ്ട്. അപ്പൊ എന്താണോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ആ കാര്യം നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ശരിയാണ് എനിക്കറിയേണ്ടത്. വാട്ട് എവർ ഇറ്റ് മേ ബി, യുവർ ആൻസർ ഷുഡ് ബി ഇൻ ഇംഗ്ലീഷ്. സിമ്പിളായ വാചകത്തില് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. അപ്പോ ഷഫ്രിൻ ഓക്കെ. I totally agree with Mr. Prem Kumar sir. Okay, very good, very good. Because it is some sort of an endosulfan. Because as we know, as Mammootty says in a film, he says that about something film does not influence that much. Yes. He think films does not influence that much the common people. As we know, Vailopilis poem, we read it, Yes. and doesn't matter. Parents always beat their children after that also. Yes. But as in the case of serial, it is something different. Film Yes. is 3 hours, maximum 3 hours, or a poem, a novel is maximum 1 hour, 2 hour, 3 hour. But once it happened, it done. But serials are continuously, we are watching that. So the Yes. effect will be continuously affected on our daily life. Yes. We know if we are watching a film, we became thrilled, and some sort in some time we are influenced about that, influenced by that films. But Yes. in serials also we are influenced some not some places, in many ways we are influenced in serials. So it will Yes. affect, I think it will definitely affect our day-to-day life. And about coming to the women, they are they are only sitting in the house, and they are doing some works in the house, homemakers. They are homemakers, so they are a little bit frustrated when they see the serials. Every serials are very exaggerated, very much exaggerated. So these serials definitely will influence their mind. That is psychology, some side of type of psychology, that it will affect their daily life, their mind, their thinking, their thoughts. They will accept from their own from their own partners, some sort of from serials like that. Okay, I Yes. think like like that. um, then it increase our curiosity one way. So the continuous curiosity will affect our daily life, I think so. So Yes. we will be addicted for that. These serials are also some sort of addiction, like drugs, like smoking, I think, like that. These all are also some sort of addiction. They are utterly waste of time, I think so. So In my opinion. I agree with it's Are you- it's my opinion. It's only Okay, my okay. opinion. Very good. And one more thing, Okay. serials can be done, but some sort of censoring must be done for that. Censoring Okay. is important for serials. It is very important. Okay. Yes, 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 yes. Just like സിനിമ പോലെ, സിനിമയ്ക്ക് ഒരു സെൻസറിങ് വെക്കുന്ന പോലെ സീരിയലും ഒരു As സെൻസറിങ് like വേണം. cinema. ഷഫ്രിൻ like പറയും. cinema. I appreciate you. Okay. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളില് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഒരു പക്ഷേ ഇത് മലയാളത്തിലാണ് പറഞ്ഞതെങ്കിൽ ഷഫ്രിന്റെ ഇവിടെ തകർത്തേനെ. കാരണം ഇത് പറയുമ്പോൾ അറിയാം നമുക്ക് ഷഫ്രിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്നിങ്ങനെ തിങ്ങി നിൽക്കുകയാണ് ഐഡിയാസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അനുഗ്രഹം.
Yes, sir. പറയൂ, വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? ഓരോരുത്തരും റെഡി ആയിട്ട് നിൽക്കണോട്ടെ. ഇനി ഞാൻ എനിബഡി എന്ന് പറയുള്ളൂ. അപ്പൊ നിങ്ങൾ ഓക്കെ, ഞാൻ പറയാം 2 വാക്ക് അതിനെ കുറിച്ച്. ഞാൻ പറയണ ഓരോരുത്തരും കേട്ടോ, മാറി നിൽക്കരുതായിരുന്നു. ഓക്കെ, പറഞ്ഞോളൂ. Sir, I think serials are dangerous, movies are also dangerous. യെസ്, Movie serials, everything's a profession for some people. യെസ്, So we have to respect their profession. യെസ്, Previously, serials genres not a good theme for humans. യെസ്. Nowadays, Nowadays, the themes of the serials better than before. yes, I know it is very influencing common peoples very badly, but Yes. we should take it as an entertainment only. yes, Don't take anything from serials which affect negatively in our lives. yes. That's also that's what I want to say. Okay, very, very good, very good. Shahana? Sir. Shahana, Yes, sir. what is your opinion about it? I have the opinion that TV serials has good and bad sides. Yes, diplomatic ആണ് അല്ലേ? Very good. Because housewives, some housewives are watching TV serials and they will reach their It is their entertainment. Okay. satisfaction. Yes, They watch that. They watch that and they enjoy. But Okay. other side, the children are watching the TV series. That's not good. They will become addiction to that, and it will affect their studies and their character also. Mothers, Yes. old age ladies, women, they watching TV serials for their that is good for their mood. yes. That's all. Okay, okay. Very good, very good, very good. Okay, 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 okay. ഇനി അടുത്തത് ഗൗരിപ്രിയ. Sir. What is your opinion about it? I agree this statement Yes. because based on my house, even my children are addicted in Okay. They are continuous. Taken from your own house, അല്ലേ? Very good. They continuously watching throughout some years. Yes. Okay, okay, How okay, much okay. How much time waste as well as Yes. most of the character in serial actors negative minded people, Yes. children, women maybe catch that mind. Yes. Serial spread curiosity in every episode. Yes. This is my opinion, sir. Okay, 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 okay. Very good, very good, very good, very good. Okay, okay, okay. Varsha. Varsha Kannan. Yes. ഇനി ഞാൻ ആളുടെ പേര് പറയുന്നില്ല. പറയൂ, അടുത്തൊരാൾ ആരാണ് അടുത്ത് പറയുന്നത്? ഞാൻ പുറത്താണ്. ആ, ഓക്കെ, 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 ഓക്കെ. Sir, അടുത്തൊരാള്. ആ, I don't agree that serials are all wrong, yes, but serials that cause mental stress are wrong. yes, Some serials deal with humorous dialogues of daily life.
Yes. They are not this wrong group. Yes. That's my opinion, sir. Anything more? Uh, അപ്പൊ ഓക്കെ അഖില, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി അടുത്താരാണ്? സർ ഞാൻ പറയട്ടെ. യെസ്, പറയൂ അഫ്ന. I am agree with his opinion. Time are precious. We have lost our time for watching serial. It affect the Yes. family life of common people. Sometimes it Yes. create violence in family life. Sometimes mother Yeah. cannot support the students for their studies. Children for their studies. It is a Yes. escaping from real life situations. Yes. Many serials have long episode and numerous seasons, leading to excessive time spending. We have Yes. lost our 3-4 years for this. We can Yes. spend this time for our career or other things. Oh yes. And it largely affect our sleeping. We watching Yes. serials on late night. It affect our sleep and our health. Yes. And yes, when we 2 hours when it telecast on at least 2 hours, okay, it is okay, but it is when we take large amount of time, it will wildly affect our family life. Yes. Okay, thank you, sir. ഓക്കെ 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 അഫ്ന, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇതിലൂടെ ഒരു ചിന്തിക്കാനുള്ള മെന്റൽ പവർ, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും. ഓക്കെ, ഇനി അടുത്തതാരാണ്? സർ ഞാൻ പറയാം. വെരി ഗുഡ് റെജീന, പറഞ്ഞോളൂ. I am agreed her opinion. Yes. I was a serial watcher, Yes. but I will try to avoid it as much as possible now. Yes. Now I am reading books Yes. this time, or now I spend time to my children's. Yes. That's all. ഓക്കെ 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 ഓക്കെ. അപ്പൊ അനുഭവത്തിനെ വിളിച്ചതാണ് റെജീന സംസാരിച്ചത്. ഐ വാസ് എ ലിസണർ, നൗ ഐ ആം നോട്ട് എ ലിസണർ. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അടുത്തതാണ്. യെസ്, ജോൺസി. ജോഷ്നി, പറഞ്ഞോളൂ ജോഷ്നി. My opinion is not like me. The serial matter followed in our life, in the completed issues, other problems in our family. Serials episode in lifelong, but films 2 hour in better the films. Yes. Serials on common problems and dialogues repeated will not like me. Yes. ഓക്കെ, ഇറ്റ് ഈസ് ലൈഫ് ലോങ്. എനിക്ക് അത് വളരെ ഇഷ്ടപ്പെടും. ജീവിത അവസാനം വരെ ഉണ്ടാവും സീരീസ്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്താരാണ്? നെക്സ്റ്റ് കലാരൂൺ. സർ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പറഞ്ഞോളൂ. In my opinion, whether it is a cinema or is a serial, both the things have its own words, right? Because whether we want to continue or not, it's up to our decision. If we want to take cinema or serial as an entertainment purpose only, it will be very okay. Otherwise, Yes. it will negatively affected sometimes of addiction, and in terms of our childrens, it will be negatively affected their studies. Okay. In my opinion, both positives and negatives are the same, two sides of a same coins. So Yes. before entering into these types of activities, as a parent, we should ensure our students make the lessons completely, and make the students study lesson completely. After we can allow them to watch whether it is a cinema or serials. So
Yes. In my opinion, because whether it is a cinema or a serial, it will give a lot of employment opportunities to others. So it will not. We cannot able to say it want to stop, because if our opinion of I am saying it want to stop, it will negatively affect the livelihood of those people depend upon their life, depend serial for their livelihood. It stop their income. So in my opinion, whatever it may be, whether it is a serial or a cinema or other entertainment purpose, we should take only for the entertainment purpose. Okay, art for art's sake. Okay, Kala? Very good English, Okay. very good. Very good, very good. It is our decision whether we should give priority to film or whether we should give priority to serial. Okay, okay, okay. Very good, very good. Yes. Yeah, Cyber Nesrin. Yes, what is your opinion? Sir, serials, I'm also agreed with Prem Kumar sir, because serials is also affected so many people's, because especially women's Yes. life. It's also influenced us. And സാറേ എനിക്ക് ഇത്രേ അറിയൂ. Yes, very good, very good, very good. Okay, very good, very good. Yes, ഈ അടുത്ത് മതി. ഇപ്പൊ സൈബ പറഞ്ഞ പോലെ 2-3 വാചകം നിങ്ങൾ എല്ലാവരും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മിക്കവരും. യെസ്, ഈ ആരാണ്? Who is next? Sir, I will try. ആരും പേര്? അൽഫിയ, പറഞ്ഞോളൂ. I did not agree with Prem Kumar sir opinion, because ladies and grandparents are only entertainment in this program. He will work in day-to-day life. Yes. This TV serial is only entertainment for him. Yes. Many people are worked in the serial profession, so many poor people get job in this profession. Okay. The TV serials not, and many programs is different to our family life. Yes. That's it, sir. That is all. Alfia, very good, very good. Okay, 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 okay. ഇല്ല, ഓരോരുത്തർക്ക് അവരോട് സ്റ്റാൻഡ് പറയാം. ഓക്കെ, ഓക്കെ, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്തത് സോഫിയ. സാർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. യെസ്, പറഞ്ഞു നോക്കാം. വേണ്ട, നിങ്ങൾ ഞാൻ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു നോക്കിക്കോ. യെസ്. What I am saying is to stop the serial because it is just wasting time. And if you watch the serial once, you have to watch it again. It is being better. This is my opinion that the serial should be stopped. Stopped. Not censored, but stopped. Stop. Yes. ഓക്കെ, ഓക്കെ. അപ്പൊ സോഫിയ കുറച്ചുകൂടി കടുത്ത നിലപാടിലാണ് അല്ലേ? സീരിയൽ ഷുഡ് ബി സ്റ്റോപ്ഡ്. ഓക്കെ, 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 ഓക്കെ. അടുത്തത് അന്ന റോയ്. Yes, sir. പറയൂ. To watch serials and cinema and other programs only take in a positive mind or just like an entertainment. Otherwise, it is bad. Yes. That's all my decision. That's all about it. Okay, very good, very good. Okay, Anna Roy. ഈ അടുത്താരാണ്? ഞാൻ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതേ. ഞാൻ പറയാം രണ്ടുപേരും. ഞാൻ പറയുന്നുണ്ട്. റനീഷക്ക് ധൈര്യം വന്നു. വെരി ഗുഡ്. റനീഷ പറഞ്ഞോളൂ. I supported Prem Kumar sir. Main reason I don't like serial, because serial is addiction of human being. Yes. Another reason is time is precious. Don't waste your time. Yes. That's all, sir. That is all. Okay, okay. അല്ല, ഇത്ര നമ്മൾ ഓരോന്നും പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ഞാൻ ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് നമുക്ക് ഒരു തോന്നൽ വരില്ലേ?
എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കണം എന്ന് ഓരോരുത്തർക്ക് തോന്നൽ വരുമല്ല. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ എന്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഇതാണ് ശരി, എനിക്ക് മറ്റേതാണ് ശരി. യുവർ വ്യൂസ് ആൻഡ് യുവർ ഒപ്പീനിയൻസ് ആർ വെൽക്കം. യെസ്, അടുത്തതാരാണ്? Sir, let me add one more point. പറഞ്ഞോളൂ. എങ്കിലും നേരത്തെ പറഞ്ഞതാണ്, എന്തായാലും പറഞ്ഞോളൂ. Every show drags on and on for no reason. Yes. Although the timeline shows a 10 years jump, but the characters never age. Yes, yes. Okay. Old wine in a new bottle. Yes. Yes. Very good, very good. Okay. Divya. Divya Naveen. Divya case പറഞ്ഞു. Divya case പറഞ്ഞു. Divya case പറഞ്ഞോളൂ. In my opinion, serial are watching constantly very danger. Yes. Danger. This very danger. Okay. Yes. And Divya, where are Divya? Divya Naveen. എന്റെ പേര് കൃഷ്ണേന്ദു എന്നാട്ടാ. എന്തോ? എന്റെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ കയറാണ്. ആ പേരെന്താണ്? കൃഷ്ണേന്ദു രാജേഷ്. കൃഷ്ണേന്ദു. ഓക്കെ. പറഞ്ഞോളൂ. യെസ്. ആരെങ്കിലും എനിബഡി? സാർ ഞാൻ പറയട്ടെ? പറയൂ അക്ഷര, പറഞ്ഞോളൂ. I don't like serials. Yes. Serials are not give any good message in our life. Very good. The grandparents are watching the serials because the serials helps them for time pass. Yes. I think movies and sitcoms are most better than serials. Oh yes. The serials are existing many years. Yes. Some parents are watching serials and they forgot care their children in their studies. Yes. I think serial addiction is dangerous. That's all, sir. Very good. Nucleus, but very conduct. Okay. Very good conduct. Okay. Bibida. സാർ എനിക്ക് ഒട്ടും പറ്റൂല, അതാ ഞാൻ മിണ്ടാണ്ടിരിക്കണേ. Okay. No problem. Okay. Yes, ഇനി ആരാണ്? ഇനി ആർക്കെങ്കിലും? ഞാനും പറയുന്നില്ല. യെസ്. അപ്പൊ നമുക്ക് ഓരോ ദിവസങ്ങളിലും ഞാൻ ഓരോ വിഷയമായിട്ട് വരാം. എല്ലാവരും പറയണം കുറച്ച് സമയം. തെറ്റിയാലും ശരിയായാലും കുഴപ്പമൊന്നുമില്ല. Everybody should participate. തെറ്റിക്കോട്ടെ, നമുക്ക് ഇതങ്ങനെ പറയണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷിൽ ഞാൻ ഒന്നിന്റെ പേരൊക്കെ വളരെ ശ്രദ്ധിച്ചു, നല്ല ഭംഗിയിൽ പറയുന്നുണ്ട്. തെറ്റുകൾ വളരെ കുറവ് തെറ്റി പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ് ആണ്. വെരി ഗുഡ്. അപ്പോ നിങ്ങൾക്കതിന് പറ്റും. പിന്നെ ഒരു അവസരം വേണമല്ലോ ഇതിന്. നമുക്ക് നന്നായിട്ട് പാടാൻ അറിയാം, പാടാനൊരു അവസരം വേണ്ടേ? Okay, Jinsi, no problem. Okay. No problem. Yes. അപ്പോ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്, നിങ്ങൾ വിഷയം തിരഞ്ഞെടുത്തോ, എനിക്കത് കുഴപ്പമില്ല. നിങ്ങൾക്ക് എല്ലാവരും കൂടി ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഗ്രൂപ്പിൽ ചർച്ചയ്ക്ക് നമുക്ക് നാളെ ഇതിന്റെ വിഷയം പറയാം. ഓക്കെ എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്തു, നമുക്ക് ആ വിഷയം എടുത്ത് ആ വിഷയത്തെ കുറിച്ച് പറയാം. അങ്ങനെ വിഷയങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും കൂടി ഇതേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനെ കുറിച്ച് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ കിട്ടാവുന്ന ഒരു വിഷയമാണെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റ്. ഒരു കോമഡി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംഗതിയാണെങ്കിൽ അത് ബെസ്റ്റ്. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് അത് പറയാലോ. അപ്പോ അതിനെ കുറിച്ച് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഞാനത് ഡിക്ഷണറി പറയുന്നത് യു ഡിസൈഡ് ദ സബ്ജക്ട് ആൻഡ് വി വിൽ മേക്ക് a discussion on that. Everybody should participate in it. That is what I say. Okay.
യെസ്. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു. നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഇതിനകത്ത് നിങ്ങൾ പങ്കെടുത്തു. കുറച്ചുപേര് വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ഞാനിങ്ങനെ പറയുമ്പോഴേ വരികൾക്കിടയിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ പറയാനെടുക്കുന്ന ആ സ്ട്രെസ്, അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നു നിറയുന്ന ആശയം, അത് പറയാനെടുക്കുന്ന സമയം, അതിനിടയ്ക്ക് അതിന് ആ പറ്റിയ വാക്ക് കിട്ടാത്തത് കൊണ്ടുള്ള ചെറിയൊരു വിഷമം. യെസ്, ഓക്കെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് മനസ്സിലായി പ്രത്യക്ഷമായ പരോക്ഷമായ ഇതുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും നിങ്ങൾക്ക് ജീവിതത്തെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള മറുപടി ഓരോരുത്തർ പറഞ്ഞത്. ഓക്കെ, ഐ അപ്രീഷിയേറ്റ് എവരിബഡി. പങ്കെടുത്തവരെയും പങ്കെടുക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയും കടലാസിൽ പോയിന്റൊക്കെ കുറിച്ച് വെക്കുകയും എന്നാൽ പറയാതിരിക്കുകയും ചെയ്തവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒരിക്കലേ ഒരു ഇതിന് നമ്മുടെ SSLCക്കും പ്ലസ് ടുവിനും ഫുൾ A+ കിട്ടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പ്രസംഗിച്ച അധ്യാപകൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടികളെ അഭിനന്ദിക്കുന്നു. അപ്പൊ കുറെ കുട്ടികളുടെ മാതാപിതാക്കന്മാര് അവരുടെ മക്കൾക്ക് കുറവ് മാർക്കാണ്. അപ്പൊ അതൊരു വിഷമത്തോടു കൂടി ഇരിപ്പുണ്ട്. അപ്പൊ പുള്ളി ഫുൾ A+ കിട്ടിയവരെ കുറിച്ചല്ല പറഞ്ഞത്. A+, ഫുൾ A+ വാങ്ങിക്കാൻ കഴിയാതിരുന്ന പരീക്ഷയിൽ കുറവ് വാങ്ങിച്ച കുട്ടികളെ കുറിച്ചിട്ടാണ്. കാരണം ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവർ പലപ്പോഴും, എല്ലാവരും കേട്ടോ, മിക്കവരും ഈ പിന്നിലിരിക്കുന്നവരാണ് പിന്നീട് പല സ്ഥലത്തും മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പൊ പറയാതിരുന്ന കുറച്ച് പേരുണ്ടല്ല. അപ്പൊ അവര് പറഞ്ഞില്ല എന്ന് വെച്ച് വിഷമിക്കണ്ട. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങള് ഞാനൊന്ന് പേരെന്ന് വിളിച്ചിരുന്നെങ്കിൽ നിങ്ങളൊക്കെ റെഡിയാണ്. ഞാൻ ജസ്റ്റ് ആ പേരെന്ന് വിളിച്ചിരുന്നെങ്കിൽ അപ്പൊ നിങ്ങൾ പറഞ്ഞാല്. വില്യം വേഴ്സ്വർത്തിന്റെ ഒരു ഇംഗ്ലീഷ് കവിതയുണ്ട്. അത് ദ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് അവസരം കിട്ടാത്തതിനെ കുറിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്ന ഒരു വാചകം, ഒരു കാര്യം മാത്രം ഞാൻ പറയുകയാണ്. അപ്പൊ അദ്ദേഹം കവി ഒരു സെമിത്തേരിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സെമിത്തേരിയിൽ ഇരുന്നു കൊണ്ട് പുള്ളി ഒരു വിലാപകാവ്യം പോലെയാണ് പുള്ളിയുടെ കവിത ഇങ്ങനെ പറയുന്നത്. ഇംഗ്ലീഷ് കവിതയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി സെമിത്തേരിയിൽ നോക്കുമ്പോൾ ധാരാളം ശവകുടീരങ്ങൾ കാണും. ആ ഓരോ ശവകുടീരങ്ങളുടെ മുകളിലും അതിന്റെ അകത്ത് അടക്കം ചെയ്തിരിക്കുന്നത് ആരെയാണ് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഓരോ ശവകുടീരങ്ങളുടെ മുകളിലും അടക്കം ചെയ്തിരിക്കുന്ന ആള് ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത യുദ്ധങ്ങളുടെ എണ്ണവും അദ്ദേഹം ചെയ്ത വീരസാഹസിക കൃത്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുള്ള ധാരാളം, അദ്ദേഹം എത്ര ശത്രുക്കളെ കൊന്നു എന്നതിന്റെ കണക്ക് എല്ലാം ഓരോ കുഴിമാടങ്ങളുടെ മുകളിലും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ കവിക്ക് മനസ്സിലായി ഈ കുഴിമാടങ്ങളിൽ ഉറങ്ങുന്നവരൊക്കെ പ്രശസ്തരും പ്രഗത്ഭരും കഴിവുള്ളവരുമായിരുന്നു എന്ന് കവിക്ക് മനസ്സിലായി. കവി അവിടെ നിന്ന് അങ്ങനെ വീണ്ടും ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ആ മതിലിനോട് ചേർന്ന് ചെറിയ ചെറിയ മൺകൂനകൾ കാണാം. അപ്പൊ ആ മൺകൂനകൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ മനസ്സിലായി ആ മൺകൂനകൾക്കടിയിലും ആരൊക്കെയോ കുഴിച്ചിട്ടിട്ടുണ്ട്. ആരെല്ലാം കുഴിച്ചിട്ടത് കൊണ്ടാണ് ആ മൺകൂന അവിടെ മാത്രം ഇങ്ങനെ കൂനയായിട്ട് അത് പൊങ്ങി നിൽക്കുന്നത് പുള്ളി പറയുകയാണ്. പക്ഷേ അവിടെ യാതൊന്നും എഴുതി വെച്ചിട്ടില്ല, വെറുതെ മണ്ണ് മാത്രമേ ഉള്ളൂ. മറ്റത് അങ്ങനെയല്ല, ഭംഗിയായിട്ട് അലങ്കരിച്ച് മാർബിള് ഗ്രാനൈറ്റ് എല്ലാം ഇട്ട് അതിന്റെ, അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞിട്ട് അന്നും മാർബിള് ഗ്രാനൈറ്റ് ഒന്നും അല്ല, ഞാൻ ഭംഗിയിൽ പറഞ്ഞതാണ്. യെസ്, അപ്പൊ അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ യാതൊന്നും തന്നെ ഇല്ല, വെറുതെ മൺകൂന മാത്രമേ ഉള്ളൂ. അപ്പോ ഈ മൺകൂനകളിൽ കിടന്നുറങ്ങുന്നവരെ നോക്കിക്കൊണ്ടാണ് വില്യം വേഴ്സ്വർത്ത് പറയുന്നത്, വിധി അവർക്കൊരു അവസരം കൊടുത്തില്ല, അല്ലെങ്കിൽ അവർ പ്രശസ്തരാകുമായിരുന്നു. അതാണ് ജീവിതത്തിൽ നമുക്കൊരു അവസരം തന്നിരുന്നെങ്കിൽ, ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ നമ്മളും ആരാകുമായിരുന്നു? പ്രശസ്തരാകുമായിരുന്നു, അല്ലെങ്കിൽ പ്രഗത്ഭരാകുമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇന്ന കഴിവുണ്ട് എന്ന് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. പക്ഷെ വിധി ഒരു അവസരം കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ് അവര് ആ മൺകൂനക്കടിയിലായി പോയത്. അങ്ങനെ അവർ മൺകൂനക്കടിയിലായി പോയി എന്നുള്ളത് കൊണ്ട് അവരൊരിക്കലും കഴിവില്ലാത്തവരാകുന്നില്ല. ഇപ്പുറത്ത് ഉള്ള യോദ്ധാക്കളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ കഴിവുള്ളവർ അവര് തന്നെയാണ് ഈ മൺകൂനക്കടിയിൽ കിടക്കുന്നത്. പക്ഷെ വിധി അവർക്കൊരു അവസരം കൊടുത്തില്ല. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ കുറച്ചു പേര് പറയാൻ റെഡിയായിട്ടൊക്കെ മനസ്സിലെങ്ങനെയുണ്ട്. പിന്നെ ആ ഒരു മോറൽ കറേജ്, ഫിസിക്കൽ കറേജ്, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യം വേണ്ടേ?
ഒരു ധൈര്യം, ഒരു തൊടുങ്ങാനൊരു ധൈര്യം വേണം. നമ്മൾ ആ അരികത്തൂരെ ചെല്ലും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചിങ്ങനെ വരും. വേണ്ട എന്ത് വരും, മടങ്ങി പോരും. എന്നാ എന്ത് വരട്ടെ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ വരിക, അവിടെ വരെ വരും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ മനസ്സിൽ പറയും, സാറ് എന്റെ പേരങ്ങ് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ല. കണ്ട, അതാണ് ഞാൻ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി ഒരു അവസരം തരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് പേടിക്കേണ്ട. ഇനി നമ്മളിങ്ങനെ പറയുമ്പോൾ മാറി നിന്നവര്, മറഞ്ഞു നിന്നവര് ധൈര്യമായിട്ട് പറയുക, ഞാൻ എന്റെ പോലെ പറയും, ഇത്രയും പേർക്ക് പറയാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ പറഞ്ഞാല് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക, അങ്ങനെ പറയുക. ഓക്കെ മുബീര, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് ഒരു വേദി കിട്ടല്ലേ പറയാനായിട്ട്. നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ 10-30 പേര് ശ്രദ്ധിക്കല്ലേ, ഒരു ഓഡിയൻസിനെ കിട്ടല്ലേ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ കിട്ടും? യെസ്, അപ്പൊ അത് കിട്ടാനായിട്ടൊരു മാർഗമില്ല. അപ്പൊ നിങ്ങൾക്കൊരു സ്ഥലം കിട്ടും, ഒരു സ്റ്റേജ് നിങ്ങൾക്ക് കിട്ടുകയാണ്, ഒരു അവസരം കിട്ടുകയാണ്. അപ്പൊ അത് മാക്സിമം ആയിട്ട് ഉപയോഗപ്പെടുത്തുക. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ഓക്കെ അനുഗ്രഹ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എക്സസൈസുകളൊക്കെ എനിക്ക് എടുപ്പുണ്ട്. ഞാനേ ആ സിലബസ് ഒരു ലെവല് ഞാൻ ഇടയ്ക്കിട്ടാണ് കയറിയത്. ഒരു ലെവല് വരെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സസൈസ് കൊണ്ട് പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറ്റിക്കിട്ടത്. ഓക്കെ, കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഞാൻ വീണ്ടും നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരികയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അതിന്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ വി കം ടു ദ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ ടാഗ് ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മൾ മലയാളിയുടെ പ്രത്യേകതയുണ്ട്. ഇപ്പൊ നിങ്ങളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുന്നു. ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ നിങ്ങൾ കാണാൻ പോകുന്ന നിങ്ങളുടെ കൂട്ടുകാരി ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നിങ്ങൾ ചോദിക്കും, ഊണ് കഴിക്കുകയാണല്ലേ? ഇത് നമുക്ക് കാണാം, ഊണ് കഴിച്ചുകൊണ്ടിരിക്കുക നമുക്ക് മനസ്സിലായി. എന്നാലും ചോദിക്കും നമ്മളെന്ത്, ഊണ് കഴിക്കുകയാണല്ലേ, ചായ കുടിക്കുകയാണല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ലാസ്റ്റ് ഒരു അല്ലേ എന്ന് പറയും. അല്ലേ, ആ സംഗതിയാണ് ക്വസ്റ്റ്യൻ ടാഗ്. ആ ഒരു അർത്ഥമാണ് ക്വസ്റ്റ്യൻ ടാഗിൽ ഇട്ടുന്നത്. പോവുകയാണ് അല്ലേ, ആ അല്ലേ എന്ന് ചോദിക്കുന്ന അതേ മീനിങ് ആണ് ടാഗ് ക്വസ്റ്റ്യൻ അഥവാ ക്വസ്റ്റ്യൻ ടാഗിന് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് വളരെ ഈസിയാണ്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സെന്റൻസുകളെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കും. രണ്ടായിട്ട് നമ്മൾ വിഭജിക്കുകയാണ്. ഒന്നിനെ പോസിറ്റീവ് ടൈപ്പ് സെന്റൻസ് എന്നും രണ്ടാമത്തേനെ നെഗറ്റീവ് ടൈപ്പ് സെന്റൻസ് എന്നും പറയും. പോസിറ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ട്, ആണ്, അതെ ഇതൊക്കെ വരുന്ന ലഭിക്കുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് ടൈപ്പ്. നെഗറ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇല്ല എന്നുള്ള അർത്ഥം വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ വരുന്ന നോട്ട്, നെവർ അങ്ങനെയൊക്കെയുള്ള വേർഡുകൾ വന്ന് ഇല്ല, ഒരിക്കലുമില്ല, പോയിട്ടില്ല, വന്നിട്ടില്ല, ചാടിയിട്ടില്ല അങ്ങനെ വരുന്നതിനെ നമ്മൾ ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. അതിനെയാണ് നമ്മൾ എന്ത് പറയേണ്ടത്, നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പഠിച്ചു സെന്റൻസുകൾ നമ്മൾ രണ്ടായിട്ട് വിഭജിച്ചു. ഒന്നിനെ പോസിറ്റീവ് ടൈപ്പ് സെന്റൻസ് എന്നും രണ്ടാമതിനെ നമ്മൾ നെഗറ്റീവ് ടൈപ്പ് സെന്റൻസ് എന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നെഗറ്റീവ് എന്താണ്, പോസിറ്റീവ് എന്താണെന്ന് മനസ്സിലായി. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോട്ട്, നെവർ, ഇല്ല എന്നർത്ഥം വരുന്നതൊക്കെ നെഗറ്റീവ് ഓർത്താൽ മതി. അതില്ലാത്ത ബാക്കി മുഴുവനും പോസിറ്റീവ്. അത്രയും പിടികിട്ടിയല്ലോ. ഇനി ഒരു കാര്യം എന്തോ ഒരു എക്സാമ്പിൾ പറയോ? നമുക്ക് പറയാം, അങ്ങോട്ട് എത്താം. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് കുറച്ചധികം ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളത് വന്നോണ്ടിരിക്കുകയാണ്. ഡോണ്ട് വറി. ഇപ്പൊ അൽഫിയ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പരിഗണിച്ചില്ല എന്ന് പറയണ്ട. അൽഫിയുടെ ഒരു സംശയം, ഐ ഗോ ടു ഡൽഹി. അത് പോസിറ്റീവാണ്, ഞാൻ ഡൽഹിയിൽ പോകാറുണ്ട്. ഐ ഡിഡ് നോട്ട് ഗോ ടു ഡൽഹി, ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ട്. ഡിഡ് നോട്ട് വന്നപ്പോ എന്നായി, പോയിട്ടില്ല എന്നായി. അല്ലെങ്കിൽ ഐ ഡു നോട്ട് ഗോ ടു ഡൽഹി, ഞാൻ ഡൽഹിയിൽ പോകാറേ ഇല്ല. ഐ ഹാവ് നോട്ട് ടേക്കൺ മൈ ലഞ്ച്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. നോട്ട് വരും, നോട്ട്, നെവർ എന്നുള്ള വേർഡുകൾ വരും. അതല്ലാതെയും കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ നോട്ട്, നെവർ ഇതൊക്കെ വരുമ്പോ അതെന്തായിരിക്കും? I haven't അതന്നല്ലേ have not used.
then have it. Okay. Have it. Okay. Yes. I have not. I haven't. I had not. They did not. You will not. അങ്ങനെ ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് വരുമ്പോൾ അത് നെഗറ്റീവ് ആയി. യെസ്. അപ്പൊ നമുക്ക് വീണ്ടും പഴയ വിഷയം നേരത്തെ പറഞ്ഞ നിർത്തിയിലോട്ടൊന്നും മടങ്ങി വരികയാണ്. പോസിറ്റീവ് ടൈപ്പ് എന്ന് നെഗറ്റീവ് ടൈപ്പ് രണ്ടായിട്ട് വിഭജിക്കുമെന്ന് പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് നെഗറ്റീവും, തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് പോസിറ്റീവ് ആയി. ഇതൊന്ന് ഓർത്തിരിക്കുക. തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവും, തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവും. ഇതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കുമ്പോൾ തന്നിരിക്കുന്ന വാചകത്തിന് ഒരു ഓക്സിലറി വെർബ് പോലെയുള്ള ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അപ്പൊ ഏതൊക്കെ നോക്കണം? ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, മേ, മൈറ്റ്, ഉഡ്, കുഡ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടോ എന്നാണ് ആദ്യം നോക്കണം. ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, മേ, മൈറ്റ്, ഷുഡ്, കുഡ്, അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും വേർഡുകൾ ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അതുണ്ടെങ്കിൽ സംഗതി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ. അപ്പൊ തന്നിരിക്കുന്ന വാചകം നോക്കുക, അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഓക്സിലറി വെർബുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് നോക്കുക. യെസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നമ്മൾ പറയണം. ഒന്ന് എഴുതിക്ക്. യെസ്. അപ്പോ വാചകം ഇതാണ്. ഷീ ഈസ് not she is not വേണ്ട, നോട്ട് നമുക്ക് അടുത്തത് കേൾക്കാം. ഷീ ഈസ് a good lady. She is a good lady. Okay. She is a good lady. ഓക്കെ. അപ്പൊ ഒരു വാചകം ഞാനിവിടെ തന്നു. ഷീ ഈസ് എ ഗുഡ് ലേഡി. അഖില, ഈ വാചകം അഖിലയുടെ നോട്ടത്തിൽ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? പോസിറ്റീവ്. പോസിറ്റീവ് ആണ്. കാരണം ഇതിനകത്ത് നോട്ട് ഇല്ല, നെവർ ഇല്ല. അപ്പൊ ഒന്ന് കഴിഞ്ഞപ്പോ അഖിലേക്ക് മനസ്സിലായി ഇത് പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. യുവർ കാൽക്കുലേഷൻ ഇസ് വെരി റൈറ്റ്. ഇനി നമുക്ക് അറിയേണ്ടത് പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ അകത്ത് ഓക്സിലറി വെർബ് അങ്ങനെയുള്ള ഏതെങ്കിലും വെർബ് ഉണ്ടാകും നോക്കുക. അങ്ങനെയുള്ള ഏതെങ്കിലും ഉണ്ടാകില്ല? ഇല്ല. എന്താണ്? ഈസ്. ഈസ് ഉണ്ട്. ആ ഓക്കെ ഷഹാന, കറക്റ്റ് ആണ്. ഈസ് ഉണ്ട്. ഈസ്, ആം, ആറ്, വാസ്, വേർ, ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ ടാഗിന്റെ ലാസ്റ്റത്തെ പേജിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് എടുക്കാം. അപ്പൊ നമുക്ക് അത് എടുക്കുമ്പോ ഒരു ഈസ് അവിടെ കിടപ്പുണ്ട് അല്ലേ? ഈസ് അവിടെ കിടപ്പുണ്ട്. ഓക്കെ. ഓക്കെ, ഒരു ഈസ് കിടപ്പുണ്ട്. അപ്പൊ ആ ഈസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുക്കുന്നു. ഈസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുക്കുന്നു. യെസ്, അവിടെ നിൽക്കട്ടെ. ഇനി തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആയതുകൊണ്ട് അതിന്റെ ടാഗ് നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഈസിന്റെ കൂടെ ഒരു നോട്ട് എന്നും കൂടി ചേർക്കുന്നു. അപ്പൊ ഈസ് പ്ലസ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുരുക്കി നമുക്ക് എന്ത് ഈസിന്റെ നേതാ. പിന്നെ തന്നിരിക്കുന്ന വാചകത്തിന്റെ സബ്ജക്ട് എന്താണ്? ഷീ അല്ലേ? ഈസിന്റെ ഷീ. അത് കറക്റ്റ് ആൻസർ. ഈസിന്റെ ഷീ, അത്രേ ഉള്ളൂ. ഈസിന്റെ ഷീ. എളുപ്പമല്ലേ? ഇനി അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് എന്താണ്? തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ആദ്യം നോക്കി. ആ വാചകത്തിൽ നിന്നും ഹെൽപ്പിംഗ് വെർബിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ നോട്ട് ചേർത്തു. അപ്പൊ ഈസ് പ്ലസ് നോട്ട് ഈസിൻ്റെതായി. അന്നാറോയിൽ ഈ സെന്റൻസ് ഞാനൊന്ന് മാറ്റുകയാണ്. മാം സർ, അതിന്റെ കൂടെ നമ്മള് ഷീ സബ്ജക്റ്റ് അല്ലേ? ആ, ഷീ സബ്ജക്റ്റ്. അപ്പൊ ഈസിന്റെ ഷീ, ഇതാണ് എന്റെ ആൻസർ. ഈസിന്റെ ഷീ. ഓക്കെ.
ഇനി തന്നിരിക്കുന്ന വാചകം മന്നറോയി ഷീ ഈസ് എ ഗുഡ് ലേഡി എന്നുള്ളതിന് പകരം ഷീ ഈസ് നോട്ട് എ ഗുഡ് ലേഡി എന്ന് വിചാരിക്കും. ഷീ ഈസ് നോട്ട് എ ഗുഡ് ലേഡി എന്നാണ് വിചാരിക്കുക. ഷീ ഈസ് നോട്ട് എ ഗുഡ് ലേഡി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്നറോയി അതിന്റെ ആ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് ആണ്. കാരണം നോട്ട് വന്നു. അവൾ നല്ല ലേഡി അല്ല എന്നാണ് പറയുന്നത്. നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിലെ ഹെൽപ്പിംഗ് വെർബിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഹെൽപ്പിംഗ് വെർബ് നമ്മൾ നേരത്തെ എടുക്കാതെ ഈസ് തന്നെയാണ്. ഓക്കെ, നേരത്തെ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ദിവ്യ, ഓക്കെ നോ പ്രോബ്ലം അങ്ങനത്തെ കുഴപ്പമില്ല. ഓക്കെ ദിവ്യ, നോ പ്രോബ്ലം. യെസ്, നേരത്തെ തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ നോട്ട് ചെയ്തത്. ഇവിടെ തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണ്. അപ്പൊ പിന്നെ അതിന് നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, ഈസ് മാത്രം മതി. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് എന്തെങ്കിലും ഒരു സംശയമോ വാക്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഞാൻ ചോദിച്ചോട്ടെ? എന്തോ? ഹലോ പറഞ്ഞോ. സാർ, ഡൗട്ട്. ഇതിപ്പോ നമ്മള് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് യൂസ് ചെയ്യണോ? എങ്ങനെയാണ് സാർ ഇത് യൂസ് ചെയ്യാം? എങ്ങനെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ് ചോദിച്ചത്? അല്ല സാർ, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ടൈപ്സ് വരുമ്പോ മാത്രമേ നമുക്കത് യൂസ് ആവുള്ളൂ. അല്ലാതെ നമ്മള് നോർമലി നമ്മുടെ ഒരു ലൈഫിൽ എങ്ങനെ സാർ? അല്ലേ എന്ന് ചോദിക്കില്ല. അല്ലേ നമ്മളിപ്പോ അതിന്റെ പറഞ്ഞില്ലേ? അതായത് നമ്മളിപ്പോ ഒരാൾ അല്ലേ എന്ന് ചോദിക്കുന്നതാണ്. ഇപ്പൊ അവള് ശരിയല്ല അല്ലേ, അതല്ലേ സാർ? അത് തന്നെ, അവൾ ശരിയല്ല. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് ഈസി അല്ലേ. അപ്പൊ നമ്മള് നേരിട്ട് ഒരാളോട് ചോദിക്കുമ്പോ ഈസി വെക്കും. കണ്ടോ? ഈസി ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഈസി കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഓക്കെ സാർ. അപ്പൊ രണ്ട് സെന്റൻസും കൂടിയിട്ട് പറയേണ്ടി വരില്ലേ? ഇങ്ങനെ പറയുമ്പോ ഷീ ഈസ് എ ഗുഡ് ലേഡി എന്ന് പറയുമ്പോ രണ്ടും കൂടി ഒരുമിച്ചല്ലേ അപ്പൊ പറയാ? ക്വസ്റ്റ്യൻ ടാഗ് ഇപ്പൊ റെനിഷ പറഞ്ഞില്ലേ യൂസ് ചെയ്യേണ്ട എങ്ങനെയെന്ന്. അപ്പൊ നമ്മൾ ആ സെന്റൻസ് ഫസ്റ്റ് പറയണ്ടല്ലോ, അവളൊരു നല്ലൊരു പെണ്ണാണെന്ന് പറയണില്ലേ? അപ്പൊ അതിന്റെ കൂടെ അല്ലേ എന്ന് ചോദിക്കണില്ലേ? അപ്പൊ അത് ഒരുമിച്ച് പറയണ്ടല്ലോ. ഷീ ഈസ് എ ഗുഡ് ലേഡി isn't she എന്ന് ചോദിക്കണില്ലേ? അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നത്? അത് ക്ലിയർ ആവണില്ല. ഒന്നുകൂടി പറഞ്ഞു. ഫുൾ സ്റ്റോപ്പ് ഇടണമെന്നാണ് ചോദിക്കുന്നത്. കോമയല്ലേ ഇടേണ്ടത്? അവിടെ കോമ ഇട്ടിട്ട് ഡാഷ് ക്വസ്റ്റ്യൻ മാർക്കാണ്. കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്, അങ്ങനെ ഉള്ളൂ. കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അത് ആ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അടിയിലാണ് ഫുൾ സ്റ്റോപ്പ് ഉള്ളത്. യെസ്. നല്ലതാണ് അല്ലേ, നല്ലതല്ല അല്ലേ, രണ്ടിനും ചോദിക്കുക അല്ലേ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പൊ സിമ്പിൾ ആണ്. ഞാൻ ഒന്നുകൂടി പറയാണ്. തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുന്നു. നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആകുന്നു. പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ആക്കുന്നു. ഓക്കെ, അടുത്ത ഞാനൊരു ചോദ്യം പറയുന്നു. ചോദ്യം ഇതാണ്. ഗൗരിപ്രിയ ആൻസർ പറയണേ. എഴുതിക്കോ. I am a student. I am a student, comma, dash, question mark. I am a student, comma, dash, question mark. ആ പറഞ്ഞ ഗൗരിപ്രിയ, എന്റെ ആൻസർ എന്ത് വരും? ടാഗ് എന്ത് വരും? ആറിന്റെ ഇതാണ് അല്ലേ? am I ആണോ? am I എന്ന് ഒരാൾ പറഞ്ഞു.
ആറിന്റെ യെസ് ആറിന്റെ ഓക്കെ 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 ഓക്കെ. അപ്പൊ ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ടൊന്ന് വരാം. ഇപ്പൊ കുറച്ചു പേർക്ക് അറിയാവുന്നതുകൊണ്ട് അവര് കറക്റ്റ് പറയുന്നു. നമുക്കൊന്ന് വിഷയത്തിലോട്ട് വരാം. ചോദ്യം ഇതായിരുന്നു, ഐ ആം എ സ്റ്റുഡന്റ്. ഐ ആം എ സ്റ്റുഡന്റ്, ഇതായിരുന്നു ചോദ്യം. ഓക്കെ, അപ്പൊ എല്ലാവരും അറിയാൻ പാടാത്തത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഐ ആം എ സ്റ്റുഡന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കുമ്പോ വർഷ, ഇത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് സെന്റൻസ്? പോസിറ്റീവ്. പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും പോസിറ്റീവ് ആക്കണം. ഓക്കെ, അത് മനസ്സിലുണ്ട്. ഈ തന്നിരിക്കുന്ന വാചകത്തിലുള്ള ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? ഓക്സിലറി വെർബ് ആം ആണ് അല്ലേ? വർഷം പോയോ? ഇനി നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതിന് കൂടെ നമ്മൾ ആമിന്റെ കൂടെ ഒരു നോട്ടും കൂടി ചേർക്കുന്നു അല്ലേ? പ്ലസ് നോട്ട്. അപ്പൊ കുറച്ച് ആളുകൾ പക്ഷെ ചിന്തിക്കും, ആം പ്ലസ് നോട്ട് എന്ന് പറയുമ്പോ ആമിന്റെ എന്നല്ലേ പറയേണ്ടത് എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ പറയാറില്ല, അങ്ങനെ ഒരു വേർഡ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറില്ല. അപ്പൊ എവിടെയെല്ലാമാണോ ആമിന്റെ എന്ന് പറയേണ്ടത് അവിടെയൊക്കെ എന്ത് പറഞ്ഞോളണം? ആറിൻഡ് എന്ന് പറഞ്ഞോളണം. അതൊരു എക്സെപ്ഷണൽ കേസാണ്. ആമിന്റെ എന്നല്ല പറയേണ്ടത്, അവിടെയൊക്കെ ആറിൻഡ്, AREN''T, AREN''T അങ്ങനെ പറഞ്ഞോളണം. അതൊരു എക്സെപ്ഷണൽ കേസാണ്. അത് എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഐ ആം എ സ്റ്റുഡന്റ് എന്നുള്ളതിന്റെ ടാഗ് ആമിന്റെ അല്ല, മറിച്ച് എന്താണ്? ആറിൻഡ് ഐ എന്ന് പറയാനുള്ള കാരണം. ഇനി ആ സെന്റൻസിനെ നമ്മളൊന്ന് മാറ്റണം. ഐ ആം എ സ്റ്റുഡന്റ് എന്നുള്ളത് ഐ ആം നോട്ട് എ സ്റ്റുഡന്റ് എന്ന് എഴുതിയായിരിക്കും. ഐ ആം നോട്ട് എ സ്റ്റുഡന്റ് എന്നാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദിവ്യ ഗൈസ് പറയൂ, എങ്ങനെ വരും? ദിവ്യയുടെ ആ നിഷ്കളങ്കമായ മനസ്സിന് നമ്മൾ അഭിനന്ദിച്ചു. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ തോന്നുള്ളൂ. അവിടെ ആം പ്ലസ് നോട്ട് ആറിൻ്റെ എഴുതുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആറൈന്നല്ലേ എഴുതേണ്ടത് എന്ന് ദിവ്യ ചിന്തിച്ചത് ദിവ്യയുടെ നിഷ്കളങ്കമായ മനസ്സോട് ചിന്തിച്ചാണ്. അതുപോലെ ചിന്തിച്ച വേറെയും ആളുകൾ ഇല്ലാത്തുണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് ആം ഐ എന്നുള്ളതാണ് കറക്റ്റ്. ആം ഐ ഇതാണ് കറക്റ്റ്. അപ്പൊ ആറിന്റെ ഐ ആണെങ്കിൽ മാത്രമേ വരുള്ളൂ. ആം ഐ കറക്റ്റ് ആണ്. ആം ഐ അതങ്ങനെ വേറെ ഉള്ളതാണ്. ആം ഐ. അപ്പൊ ഈ ഒരു എക്സെപ്ഷണൽ കേസ് എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടാവണം. പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ വരും, ഇത് തന്നെ വരുള്ളൂ. കാരണം ഈ എക്സെപ്ഷൻ ഉള്ളത് കയറി ദിവ്യ നേരത്തെ ആറൈ എന്ന് പറഞ്ഞ പോലെ ആറൈ എന്ന് എഴുതാനാണ് സാധ്യത. അപ്പൊ അതിനുകൊണ്ട് എന്ത് ചെയ്യും? ഈ ചോദ്യം തന്നെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കും. ഇതേ മോഡലുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് അധികം ഒന്നും പോയിട്ടില്ല. നമ്മളിന്ന് പറഞ്ഞത് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചാണ്. സെന്റൻസുകൾ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. പോസിറ്റീവ് ടൈപ്പ്, നെഗറ്റീവ് ടൈപ്പ്. തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്, തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്. ഇത്രയും നമ്മൾ പറഞ്ഞു. നെഗറ്റീവിനെയും പോസിറ്റീവിനെയും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനും പറഞ്ഞു. പിന്നെ ഐ എന്ന് പറയുന്ന, ഐ ആം എന്ന് പറയുന്ന, ഐ ആം എന്ന് പറഞ്ഞു വരുന്ന സെന്റൻസുകളിൽ ടാഗ് എഴുതുമ്പോൾ പോസിറ്റീവ് ടാഗ് ആണെങ്കിൽ നമുക്ക് എഴുതാം, നെഗറ്റീവ് ടാഗ് ആണെങ്കിൽ അവിടെ ആറിൻ്റെത് എഴുതാവും. ഈ ഒരു എക്സെപ്ഷണൽ കേസും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓർക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല അല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഷഫ്രീൻ. ഞാൻ പറഞ്ഞത് മുഴുവനും തിരിച്ചു പറഞ്ഞേ. ക്ലാസ് എടുത്തതാണോ? അതെ. അത് ഇന്ന് ക്വസ്റ്റ്യൻ ടാഗ് സെന്റൻസ് ആണ് പഠിച്ചത്.
ഓക്കെ. ഞങ്ങളിപ്പോൾ എല്ലാവരും സ്റ്റുഡന്റ് ആണ്, ടീച്ചറാണ്. അപ്പൊ ടീച്ചർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയും. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ സെന്റൻസിനെ കുറിച്ച് അറിയണം. ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുന്നതിന് മുന്നേ സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് സെന്റൻസ് ആയിട്ട് നമുക്ക് സെന്റൻസിനെ വേർതിരിക്കാം. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടൈപ്പ് ഉണ്ട്, ഒരെണ്ണം നെഗറ്റീവ് ടൈപ്പ്. പോസിറ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നമുക്കൊരു പോസിറ്റീവ് ഫീൽ ആണ്. ആണോ, എല്ലാം ആണോ അല്ല, അതായത് നമ്മളിപ്പം അങ്ങനെ പോകുന്നുണ്ടോ ഒക്കെ പോസിറ്റീവ് ആയിരിക്കും ആ സെന്റൻസ് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നോ, നോട്ട്, അല്ല, ചെയ്യില്ല, ഇല്ല, അങ്ങനെയുള്ളതാണ് നെഗറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പം തന്നേക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിട്ടേ വരുള്ളൂ. തന്നേക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിട്ടേ വരുള്ളൂ. തന്നേക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവും, തന്നേക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മള് ഷീ ഈസ് എ ഗുഡ് ലേഡി എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് ആണ്, ഗുഡ്, നല്ലൊരു കാര്യമാണ് പറയുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ ആ സെന്റൻസ് ഇറ്റ്സെൽഫ് അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ അതിനുശേഷം വരുന്ന നെഗറ്റീവ് ടാഗ്, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിരിക്കുള്ളൂ. ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സാധാരണ പറയുമല്ലോ, അവരങ്ങോട്ട് പോയിട്ടുണ്ടാവും അല്ലേ, ഇല്ലേ, ശരിയല്ലേ, പോയിട്ടുണ്ടാവും അല്ലേ എന്ന് ചോദിക്കില്ല. ആ അല്ലേക്കാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുക. ആ അല്ലേ വരുന്നതാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൻ പറഞ്ഞ ജോലി ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ, അല്ലെങ്കിൽ അവൻ പറഞ്ഞത് കേൾക്കാത്ത കുട്ടിയാണ് അല്ലേ എന്ന് നമ്മൾ എടുത്ത് ചോദിക്കുന്നതിനാണ് ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുക. അപ്പം ഇവിടെ സന്ദേശിക്കുന്ന സെന്റൻസ് ഇപ്പം ഷീസ് എ ഗുഡ് ലേഡി എന്ന് പറയുമ്പം അവര് നല്ല സ്ത്രീയാണ്, അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പം ഡെഫിനറ്റ്ലി അതിന്റെ ടാഗ് വരുന്നത് എന്താ പറയാ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഓക്സിലറി വെർബ്സിനെ കുറിച്ചാണ്. ഓക്സിലറി വെർബ്സ് കുറച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ഓക്സിലറി വെർബിനെ നെഗറ്റീവ് ഫോമിലേക്ക് മാറ്റിയിട്ട് അതിന്റെ കൂടെ സബ്ജക്റ്റ് എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരിക. ഇപ്പം ഇവിടെ ഷീ ഈസ് എ ഗുഡ് ലേഡി എന്നുള്ളതിൽ ഈസ് ഓക്സിലറി വെർബാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കണമെങ്കിൽ ആ ഓക്സിലറി വെർബ് ഈസിന്റെ നെഗറ്റീവ് ഫോം എഴുതുക. ഈസ് എന്നുള്ളത് ഈസ് നോട്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നോട്ട്, നോറ്, നെവർ, അതൊക്കെയാണ് നെഗറ്റീവ് വേർഡ്സ് വരിക. അപ്പൊ അത് ചേർക്കുക. അപ്പൊ ഈസ് ഇൻഡ് എന്നുള്ളത് ഈസ് നോട്ട് എന്നുള്ളത് ഈസ് ഇൻഡ് എന്ന് എഴുതും. പ്ലസ് വെർബ് സബ്ജക്ട് ഇവിടെ ഷീ ആണ്. അപ്പം ഈസ് ഇൻ ഷീ എന്നാണ് നമ്മൾ എഴുതുക. ഇപ്പൊ നേരെ തിരിച്ച് ഷീ ഈസ് നോട്ട് എ ഗുഡ് ലേഡി, അപ്പൊ അതൊരു നെഗറ്റീവ് സെന്റൻസ് ആയി. ഓൾറെഡി അവിടെ നെഗറ്റിവിറ്റി ആ സെന്റൻസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ഡെഫിനറ്റ്ലി പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഓക്സിലറി വെർബ് ഈസ് അത് മാത്രം എടുക്കുക, അത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ആക്കേണ്ട കാര്യമില്ല, കൂടെ സബ്ജക്റ്റ് എഴുതുക. ഇനി ഇതിൽ എക്സെപ്ഷൻ കേസ് വരുന്നത് ആം വരുമ്പോഴാണ്. ഐ ആം എ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ അത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഡെഫിനറ്റ്ലി അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിട്ടാണ് വരേണ്ടത്. അതില് ആമിൻഡ് എന്നുള്ളൊരു വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല. ആമിൻഡ് എന്ന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ആറിൻഡ് എന്നാണ്. പക്ഷെ നേരെ തിരിച്ച് ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്, അവിടെ സെന്റൻസ് നെഗറ്റീവ് ആയി. അപ്പൊ നമുക്ക് നേരിട്ട് ഓക്സിലറി ആം എന്നുള്ള ഓക്സിലറി വെർബും കൂടെ സബ്ജക്റ്റും, ഐ ആണ് സബ്ജക്റ്റ്. അപ്പം ആം ഐ എന്ന് നേരിട്ട് എഴുതാം. ഈ എന്താ ആമിൻഡ് എന്നുള്ള വേർഡ് ഇല്ലാത്തതിന് പകരം മാത്രം കൊണ്ടാണ് നമ്മൾ ആമിൻഡിന് പകരം ആറിൻഡ് ചേർക്കുന്നത്. പക്ഷെ ആമിന് പകരം നമുക്കൊന്നും ചേർക്കേണ്ട കാര്യമില്ല, കാരണം ആം ഉണ്ടല്ലോ. അപ്പൊ ആം പ്ലസ് സബ്ജക്റ്റ് ചേർക്കും. വെരി ഗുഡ് ഷഫറിൻ, വെരി ഗുഡ്, വെരി ഗുഡ്. ടീച്ചറിന്റേതായ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഓക്കെ 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 വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നോക്കി ഷഫറിന് വരുന്ന അഭിനന്ദന പ്രവാഹം നോക്കി. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ദിവസം ഞാൻ അടുത്ത ആളോട് പറയും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ പറയുമ്പോ അടുത്ത ആൾ എന്ത് ചെയ്യണം? ആ പറഞ്ഞത് ഒന്ന് അങ്ങോട്ട് പറയണം, തിരിച്ചു പറയണം. അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കഴിവും കൂടി അങ്ങോട്ട് വികസിച്ച് വരും. മറ്റേത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ഇത് പ്രിപ്പറേഷൻ അതല്ല, നമ്മളത് കേട്ടു അപ്പൊ തന്നെ ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. We will meet in the next class. Next. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.